കുറച്ച് വയറൊക്കെ കൂടുതലുള്ളവർക്ക് നമ്മളെപ്പോഴും ചുരിദാർ ടോപ്പ് തയ്ക്കുമ്പോൾ സൈഡിൽ ഷേപ്പ് കൊടുക്കാൻ പാടില്ല. എന്നാൽ ഓപ്പണിൻ്റെ അടുത്ത് നല്ല ലൂസും വേണം. എന്നാൽ മാത്രമേ അവർക്ക് വയറ് കാണാത്ത വിധത്തിൽ നല്ല വൃത്തിയിൽ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പം സൈഡിൽ ഷേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ വയറിങ്ങനെ തെറിച്ച് നിൽക്കും. അപ്പം നമ്മളെപ്പോഴും സൈഡിൽ ഷേപ്പ് കൊടുക്കാതെ ബാക്ക് സൈഡിൽ ടക്ക് ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ ചെയ്യുമ്പോൾ ഇപ്പം ബാക്ക് സൈഡ് കണ്ട ലൂസായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ ബാക്കിൽ നല്ല ഒതുക്കവും വരും, ഷേപ്പിന് ആവശ്യത്തിന് ഷേപ്പും കിട്ടും. അപ്പം അങ്ങനെ തയ്ക്കുന്ന സമയത്ത് എപ്പോഴും ബാക്ക് ടക്ക് ഇടുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പം ഇപ്പം ടക്ക് ഇട്ടതിന് ശേഷം ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞപ്പം ആവശ്യത്തിന് ലൂസും ഉണ്ട്. എന്നാൽ ആ ലൂസ് കൊണ്ട് നമ്മൾ വയറ് തള്ളി നിൽക്കുന്നുമില്ല, എന്നാൽ ബാക്ക് സൈഡിൽ നല്ല ഷേപ്പിൽ വന്നിട്ടുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൈഡിലും നല്ല ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും ബാക്ക് ടക്ക് ഇടുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നല്ല വയറും തടിയുള്ളവർക്ക് ബാക്കിൽ ടക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതെങ്ങനെയാണ് ടക്ക് ഇടുന്നതെന്ന് നോക്കാം. തുണി ഇതേപോലെ നമ്മളെ ഡ്രസ്സ് ഇതേപോലെ 4ആയി മടക്കി വെക്കുക. ബാക്ക് സൈഡ് നമുക്ക് കാണത്തക്ക വിധത്തിൽ വേണം മടക്കി വെക്കുക. അതിനുശേഷം ഷോൾഡറിൻ്റെ അടുത്ത് നേരെ താഴേക്ക് ഒരു 9.5 ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. ആ പോയിൻ്റ് നമ്മൾ ഈ മടക്ക് വശത്തുനിന്ന് ആ പോയിന്റിലേക്ക് വരുമ്പം ഒരു 4.25 കിട്ടുന്ന വിധത്തിൽ വേണം വരാൻ. അപ്പോൾ ഇവിടെ 4.25 ഞാൻ എടുത്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തടിയുള്ളവർക്ക് ഒരു 4.25 വേണം, വലിഞ്ഞവർക്കാണെങ്കിൽ ഒരു 3.5-4 ഇഞ്ച് മതിയാവും. അപ്പോൾ ഇപ്പോൾ 4.25 ഞാൻ ആ പോയിൻ്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആ പോയിന്റിൽ നിന്ന് നേരെ താഴേക്ക് ഇതേപോലെ ഒരു 9.5 ഞാനിവിടെ 10 എടുത്തിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ കുറച്ച് താഴോട്ടാണെങ്കിൽ നമുക്ക് 10 വരെ പിടിക്കാം, അല്ലെങ്കിൽ 9.5 മതിയാവും. അതും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 4.25 തന്നെ കിട്ടണം. അതൊരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡ് ആ ബാക്ക് വശത്തിൻ്റെ 2 സൈഡിലും ടക്ക് വേണമല്ലോ ബാക്കിൽ. അപ്പോൾ ആ സൈഡും കൂടെ ഒന്ന് അടിയിൽ പോയിൻ്റ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് വശത്തെ പീസിനാണ് ഞാൻ ടക്ക് ഇടുന്നത്. ഇനി അതും കൂടെ ഒന്ന് ലൈൻ ചെയ്തെടുക്കുക. ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബാക്ക് വശത്തിൻ്റെ പീസ് മാത്രം എടുക്കണം. ഫ്രണ്ട് വശം അങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷം ബാക്ക് വശം മാത്രം എടുത്തിട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തിട്ട് സെൻറ്ററിലെത്തുമ്പോൾ ഒരു കുറച്ച് കൂടുതൽ എടുത്തിട്ട് വേണം ചരിച്ച് പിന്നെ താഴോട്ട് എത്തുന്ന സമയത്ത് അതേപോലെ തന്നെ കുറഞ്ഞ് വരണം. അങ്ങനെയാണ് ടക്ക് അടിച്ചെടുക്കേണ്ടത്. ഇതിനിപ്പം നമ്മൾ റെഡിമെയ്ഡ് ഡ്രസ്സും വാങ്ങിച്ചാലും നമ്മൾ ഡ്രസ്സ് ഇട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിലൊരു വൃത്തിയില്ലാത്ത മാതിരി തോന്നുന്നുണ്ടെങ്കിൽ, അഥവാ ഷേപ്പ് ഇല്ലാത്ത പോലെയെല്ലാം തോന്നുന്നുണ്ടെങ്കിൽ ബാക്കിൽ 2 സൈഡും ഓരോ ടക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഷേപ്പും കിട്ടും, ബാക്കിൽ നല്ല ഒതുക്കവും വെച്ചിട്ടുണ്ടാവും. ഇനിയിപ്പം നേരത്തെ നമ്മൾ ഈ ഡ്രസ്സ് നേരത്തെ ഇട്ടപ്പം കണ്ട ആ വീഡിയോന്ന് കുറേ വ്യത്യാസമായിട്ടാണ് ഇപ്പം ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കാണുമ്പോൾ ഉള്ളത്. കണ്ട ആവശ്യത്തിന് ഷേപ്പ് ഉണ്ട്, എന്നാൽ ബാക്ക് സൈഡ് നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട്. എന്നാൽ ഫ്രണ്ടിലാണെങ്കിൽ നല്ല ലൂസും ഉണ്ടാവും. അപ്പം നമുക്ക് വയറുള്ളതൊന്നും അത്ര ഫീൽ ചെയ്യില്ല. ആ ഓപ്പണിൻ്റെ അടുത്ത് നല്ല ലൂസ് വേണം, എന്നാൽ മാത്രമേ നമുക്ക് വയറ് ബോറില്ലാത്ത മാതിരി കാണുള്ളൂ. അപ്പം ഇപ്പം ടക്ക് ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണിത്. നേരത്തെ ടക്ക് ഇടും മുന്നേ ഉള്ള വീഡിയോ നിങ്ങൾ